ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണ് റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ട പെണ്ണാകണോ? സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു, മോനെ എന്നാ നിന്റെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, എനിക്കൊരു വല്യമ്മാനെ പരിചയമുണ്ട്, പക്ഷെ അതെനിക്ക് കല്യാണത്തിന് പറ്റുമോന്നറിയൂല. കാരണം ഞമ്മക്ക് പരിചയമുള്ളത് നമ്മൾ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഞാൻ ആ ചെറുപ്പക്കാരനോടൊരു തമാശ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഖൽബ് പൊട്ടി റബ്ബിനോട് ചോദിച്ചാൽ അല്ലാഹു തരുന്നവനാ. കാരണം നിക്കാഹ് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ പ്രത്യേകമായ സഹായം അവിടെ നമുക്കുണ്ടാകും. അതുകൊണ്ട് മോനെ അള്ളാനോട് ദുആ ചെയ്തോ. ഒരൊറ്റ വഅദിന്റെ മജ്‌ലിസ് കുട്ടി ഒഴിവാക്കാറില്ല. സ്വലാത്തിന്റെയും ബുർദയുടെയും മജ്‌ലിസ് ഒഴിവാക്കാറില്ല. ദിക്റിന്റെയും അതുപോലെയുള്ള ആത്മീയ സദസ്സുകളും ഒഴിവാക്കാറില്ല. കല്യാണം ഉറപ്പിച്ചു, നിക്കാഹ് നടന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയുന്നു, അൽഹംദുലില്ലാഹ്, ഞാൻ ഭാഗ്യവാനാണ്. ഞാൻ ചോദിച്ചു, എന്താ മോനെ? അവനോട് പറയുന്നു, ഞാൻ നിക്കാഹ് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാനൊരു ഫോൺ വാങ്ങി, ഒരു സിമ്മൊക്കെ വെച്ച് ഞാനത് അവൾക്ക് കൊണ്ട കൊടുക്കാൻ വേണ്ടി അവിടെ സമീപത്തിയൊന്നു. കാരണം നിക്കാഹ് കഴിഞ്ഞതല്ലേ, എനിക്കെന്റെ പെണ്ണല്ലേ, കല്യാണല്ലേ കഴിയാത്തതുള്ളൂ. ഞാൻ അങ്ങ് ചെന്നു, ഞാൻ ഫോൺ കൊടുത്തു. ഇനി ഇതിലാണ് ഞാൻ വിളിക്കുന്നത്, നീ വിളിക്കേണ്ടതും ഇതിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോ അവൾ എന്നോട് പറഞ്ഞു, എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട്. അങ്ങനെ എന്നെ വിളിച്ചിട്ട് എന്നോട് സ്വകാര്യം പറഞ്ഞു. ആ സ്വകാര്യമാണ് ആ ചെറുപ്പക്കാരൻ കരഞ്ഞു പറഞ്ഞത്. ആ പെണ്ണ് പറയുന്നു, ഞാൻ റസൂലുള്ളാഹിനെ കാണണോന്ന് മനസ്സിലാക്കി 4444 നാരിയത്തു സ്വലാത്ത് നേർച്ചയാക്കി. 4444 നാരിയത്തു സ്വലാത്ത് നേർച്ചയാക്കി. ഞാൻ ആ സ്വലാത്ത് ചൊല്ലി അങ്ങ് തീർന്നപ്പോൾ ഞാൻ കണ്ടു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. അതേ ആ പെണ്ണ് പറയുകയാണ്, രണ്ടാമതും എനിക്ക് കൊതിയായി, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടെനിക്ക് മതിയായില്ല. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീ ഗൈറു മുൻഖസിമി. നമ്മളൊരു സ്വലാത്താണ് ചൊല്ലുക മദീനത്തേക്ക്, അല്ലേ? തണുപ്പുണ്ടാവൂല്ലേ? ഉണ്ടായിരിക്കുന്ന എല്ലാവരും. എന്നിട്ട് മൗലായ അഫ്ദൽ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹുവേ, ഈ സ്വലാത്ത് കൊണ്ട് ഞങ്ങൾക്കും പുന്നാര നബിയെ കാണിച്ചു തരണം റഹ്മാനേ. കാണാത്ത ഒരു മരണം ഞങ്ങൾക്ക് വേണ്ട റഹ്മാനേ. അല്ലാഹു ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് തൗഫീഖ് തരട്ടെ. രണ്ടാമതും 4444 സ്വലാത്ത് നേർച്ചയാക്കി ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നേരത്തെ ചൊല്ലി തീർന്നപ്പോഴാണ് കണ്ടത്, ഇപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത് ഞാൻ പലപ്പോഴും പല മജ്‌ലിസിലും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഉമ്മമാർക്ക്, ചെറുപ്പക്കാർക്ക്, സഹോദരിമാർക്ക് ഒരു മാതൃകയാകാം.